മറ്റൊന്നിലേക്ക് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായ കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതി റദ്ദാക്കി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റേതാണ് നടപടി. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വിനോദ് കുമാർ, PS ഗോപകുമാർ എന്നിവർക്കെതിരായ പരാതിയാണ് റദ്ദാക്കിയത്. SFI ജില്ലാ സെക്രട്ടറി നന്ദനായിരുന്നു പരാതിക്കാരൻ. പോലീസിന്റെ അന്വേഷണത്തിൽ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, എന്താണ് ഇത് റദ്ദാക്കാൻ ആധാരമായ പശ്ചാത്തലം? നിഷാദ്, അതായത് കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ സി വിജയനെതിരായി ജാതി അധിക്ഷേപം നടത്തിയെന്ന ഒരു ഡോക്ടർ വിജയകുമാരിക്കെതിരായ പരാതി ഉയർന്നിരുന്നു. ഈ വിഷയമാണ് നവംബർ 11 നടന്ന സെനറ്റ് യോഗത്തിൽ ചർച്ചയായത്. ഇതിന് ആ ചർച്ചയിൽ അതിൽ പ്രധാനമായും ഈ രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിജയകുമാരിക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം തിരികെ പുറത്തെത്തിയ ഗോപകുമാറും ഒപ്പം തന്നെ വിനോദ് കുമാറും ഇക്കാര്യത്തിൽ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി പോലും ചെയ്യുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള പരാമർശം നടത്തി. അതിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധം SFI നടത്തുകയും വാക്കുതർക്കത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ SFI ജില്ലാ സെക്രട്ടറി നന്ദന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധവും അക്രമത്തിലേക്ക് കടക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളുമൊക്കെ നടന്നത്. അതിനുശേഷമാണ് നന്ദൻ കേരള സർവകലാശാലയ്ക്കകത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിലും ഒപ്പം തന്നെ SC/ST കമ്മീഷനും പരാതി നൽകിയത്. ഈ പരാതിയിലാണ് നിലവിൽ പോലീസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി അധിക്ഷേപം നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് SC/ST കമ്മീഷന് റിപ്പോർട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ SC/ST കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഒരു അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു. ആവശ്യമായ തെളിവുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് SC/ST കമ്മീഷനാണ് നിലവിൽ ഈ ജാതി അധിക്ഷേപ പരാതി റദ്ദാക്കുന്നതായുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. നിലവിൽ SFI ജില്ലാ സെക്രട്ടറി ഇതിൽ ഹയർ അപ്പീൽ നൽകാനുള്ള തീരുമാനമെടുത്തു എന്നാണ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജാതി അധിക്ഷേപ പരാതി, അതിന്റെ യഥാർത്ഥ ജാതി അധിക്ഷേപ പരാതി ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് സിൻഡിക്കേറ്റ് അംഗം ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതി ഉയരുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ SC/ST കമ്മീഷൻ അത് റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നിഷാദ്, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.